ഹലോ ഫ്രണ്ട്സ്, ഗോട്ടിൻ്റെ ആദ്യ റെസ്പോൺസുകൾ, അതായത് മൂവിയുടെ പറ്റിയുള്ള റെസ്പോൺസ് പുറത്തു വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഉള്ളത്. എങ്ങനെയാണ് റിപ്പോർട്ട്സ് എന്ന് നമുക്ക് വേഗം തന്നെ നോക്കിയിട്ട് വരാം. അപ്പോൾ കണ്ടന്റിലേക്ക് കടക്കാം. ഈ ഫസ്റ്റ് റിവ്യൂ എന്ന് പറയുന്നത് ഫുൾ എഡിറ്റിംഗ് വർക്ക് കഴിയാത്ത ഒരു വെർഷൻ ഉണ്ടാവും. മ്യൂസിക് ഒന്നും ആഡ് ചെയ്യാത്ത, കട്ടൊന്നും ഇല്ലാത്ത വെർഷൻ. അത് ഗോട്ട് ടീം മുഴുവൻ ഫുള്ള് കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരുപാട് സൈഡ് വർക്കേഴ്സ് ആയതുകൊണ്ട് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് തൊട്ട് അതിന് താഴെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇപ്പോൾ റിവ്യൂ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുൻപ് ദളപതി വിജയ് ഗോട്ട് മൂവിയുടെ ഫസ്റ്റ് ഹാഫ് മാത്രം കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വെങ്കട് പ്രഭുവിനോട് പറഞ്ഞൊരു ഡയലോഗ് തെറിക്കത് എന്നാണ് അത്ര. ആ ന്യൂസൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുപോലെ റിവ്യൂ എല്ലാം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കൂടുതലും സൈഡ് വർക്കേഴ്സാണ്. അവരൊക്കെ പറയുന്നത് ഈ ഗോട്ട് മൂവി ഒരു ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ മൂവി അത്ര, ഒരു ഗംഭീര സൈഫൈ പടം എന്നൊക്കെയാണ് ഫസ്റ്റ് റിപ്പോർട്ടായി വന്നിരിക്കുന്നത്. മെയിനായിട്ട് ഈ പടത്തിൻ്റെ സ്റ്റോറിയേക്കാളും സ്ക്രീൻ പ്ലേ ആണ് ഈ പടത്തിൻ്റെ ബലം അത്ര. എന്നാൽ VFX മാത്രം എക്സ്പെക്ട് ചെയ്ത ഔട്ട്പുട്ട് ഒന്നും ഈ വെർഷനിൽ കിട്ടിയിട്ടില്ല എന്നും പറയുന്നുണ്ട്. ഒരു ബിഗിൻ ലെവൽ VFX മാത്രമാണ് ഇതുവരെ കാണാൻ സാധിച്ചുള്ളൂ എന്നും പറയുന്നുണ്ട്. അതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യം തന്നെ, ബിഗിൻ ലെവൽ VFX എന്നൊക്കെ പറയും തന്നെ. അതുപോലെ അവർ കണ്ട ഗോട്ട് പടം ഒരു ഫുൾ വെർഷൻ മൂവി അല്ല, ഇനിയും പുതിയ സീൻസ് വരാനുണ്ടാകും, അല്ലെങ്കിൽ കട്ട്സും ഉണ്ടാകും. എന്നാലും എക്സ്ട്രാ ഓർഡിനറി മൂവി എന്നാണ് പറയുന്നത്. VFX മാത്രം ഒന്ന് നോക്കിയാൽ മതി, ബാക്കിയെല്ലാം കറക്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ പ്രിവ്യൂ റിപ്പോർട്ട്സ് എല്ലാം തന്നെ നല്ലതാണെങ്കിലും നമ്മൾ കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യരുത്. നേരിൽ കാണുന്നവരെ നമ്മൾ ചുമ്മാ ഇരുന്നാൽ മതി. കാരണം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആകും റിവ്യൂസ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, വെങ്കട് പ്രഭുവിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒരു ഗോൾഡൻ ചാൻസ് ആണ്. ഒരു ഡൗണിൽ നിൽക്കുന്ന ഡയറക്ടർ വിജയെ പോലെ സ്റ്റാറെ കയറിയിട്ട് അത് മാക്സിമം യൂസ് ചെയ്ത് എടുത്താൽ അറ്റ്ലി ലോകേഷൊക്കെ പോയ ഒരു പാനിൻ്റെ ഡയറക്ടറായിട്ട് വെങ്കട് പ്രഭുവിന് മാറാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അതുകൊണ്ട് ഇതുപോലൊരു ഗോൾഡൻ ചാൻസിനെ ചുമ്മാ തട്ടിക്കൂട്ടി വെങ്കട് പ്രഭു വിടില്ല എന്നതിന് ഉറപ്പിക്കാം. മാക്സിമം എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെച്ചിരിക്കും. പക്ഷേ എനിക്കൊരു ആഗ്രഹമുള്ളൂ, ഫസ്റ്റ് ഹാഫിനേക്കാൾ സെക്കൻഡ് ഹാഫ് അടിപൊളി ആകണമെന്നാണ്. അതാണ് പോസിറ്റീവ് റിവ്യൂസ് കൂടുതൽ വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ തോന്നുന്നത്? ഗോഡിൻ്റെ പ്രിവ്യൂ റിപ്പോർട്ട്സ് എല്ലാം തന്നെ ഗംഭീര റിപ്പോർട്ട്സ് വന്ന സ്ഥിതിക്ക് ഇനി പടം എങ്ങനെയാകുമെന്നൊക്കെ തോന്നുന്നതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ, ഷെയർ ബട്ടൺ തട്ടിയിടുക. സൈഡിൽ കാണാൻ സബ്സ്ക്രൈബ് ബട്ടൺ, ബെൽ ബട്ടൺ തട്ടിയിട്ട് കൊള്ളായിരുന്നു. ഇതാ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.